മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്കെതിരെ വ്യാപകമായ പ്രചരണം ഇപ്പോൾ SNDPയെയും അതിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും വരുതിയിലാക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുന്ന ഒരു സമീപനമാണ് കാണുന്നത്. തോറ്റതിന്റെ ഉത്തരവാദി വെള്ളാപ്പള്ളി നടേശനാണ് എന്നുള്ള ഒരു പ്രചാരണമാണ് പിണറായി വിജയനും സംഘവും നടത്തുന്നത്. ഒരു ഭീഷണിയുടെ സ്വരമാണ് ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്ന് കാണുന്നത്. ഒരു കാര്യം ഞങ്ങൾ വളരെ വിനയത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഭീഷണിപ്പെടുത്തി ആളുകളെ വരുതിയിലാക്കി മുന്നോട്ട് പോയതുപോലെ ഇനി കേരളത്തിൽ പിണറായി വിജയനെയും സംഘത്തെയും മുന്നോട്ട് പോകാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഭാരതീയ ജനതാ പാർട്ടി ഭീഷണിപ്പെടുത്തുന്നവർക്കെല്ലാം അവരൊക്കെ എല്ലാം സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള, അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. ആരെയും നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്തി ഒറ്റപ്പെടുത്താനാവില്ല. ഇപ്പൊ കണ്ണൂരിൽ കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ പറഞ്ഞ ഒരാളെ കോൺഗ്രസ് സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. കോൺഗ്രസ് എവിടെ സംരക്ഷിക്കാൻ? കോൺഗ്രസിന് അവരുടെ പാർട്ടിക്കാരെ തന്നെ സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? സുധാകരന്റെ വാക്ക് കേട്ട് ചാടിപ്പുറപ്പെടുന്ന ഇത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, KK രമയെ വഞ്ചിച്ച ആൾക്കാരാണ്. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ പിണറായി വിജയനിലേക്ക് കേസെത്തുമെന്ന് ആയപ്പോൾ ഒതുക്കി തീർത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എന്നിട്ട് സുധാകരൻ പറയാണ് ചന്ദ്രശേഖരനെ പോലെ വിട്ടുതരില്ല. ചന്ദ്രശേഖരനോട് ആരാണ് ഈ ചതി ചെയ്തത്? കോൺഗ്രസ് പാർട്ടി. KK രമ MLA ആയി. പക്ഷെ ചന്ദ്രശേഖരന് നീതി കിട്ടിയോ? ചന്ദ്രശേഖരന്റെ യഥാർത്ഥ കൊലയാളികളിലേക്ക് കേസെത്തുമ്പോൾ ആരാണ് ഒത്തുതീർപ്പാക്കിയത്? ഈ UDFും LDFും ചേർന്നാണ്. കോൺഗ്രസ് തന്നെ അതിന്റെ നേതാക്കന്മാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്തരം ആളുകളെ സംരക്ഷിക്കാൻ കഴിയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ്. കണ്ണൂരിലും കാസർകോട്ടും വടകരയിലുമെല്ലാം അഭിപ്രായ വ്യത്യാസമുള്ളവരെ കൈകാര്യം ചെയ്യാനുള്ള തീരുമാനവുമായിട്ടാണ് CPM പോകുന്നതെങ്കിൽ നിരുപാധികം അത്തരം ആളുകൾക്ക് സംരക്ഷണം കൊടുക്കും ഞങ്ങൾ. കോൺഗ്രസിനെ പോലെയല്ല. കോൺഗ്രസിന് ഒരു സംരക്ഷണവും അവർക്ക് കൊടുക്കാൻ കഴിയില്ല. വഞ്ചകരുടെ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് സുധാകരന്റെ വാക്ക് കേട്ടിട്ടൊന്നും ആളുകൾ ഈ കാര്യങ്ങൾ വിശ്വസിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടി ബംഗാളിലായാലും ത്രിപുരയിലായാലും എല്ലായിടത്തും ഇതിനെതിരെ പോരാടിയിട്ടുള്ളത് ഞങ്ങൾ മാത്രമാണ്. കേരളത്തിലും ഞങ്ങളുടെ ചരിത്രം അതാണ്. അത്തരം ആളുകളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളുണ്ട്. അത്തരം നീക്കങ്ങൾക്കെതിരായിട്ടുള്ള പ്രചാരണങ്ങൾ, CPMന്റെ തകർച്ച എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ക്യാമ്പയിൻ ഞങ്ങൾ സംഘടിപ്പിക്കും. പാർട്ടി പ്രവർത്തനത്തിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 9-ാം തീയതി, ഈ വരുന്ന ജൂലൈ 9-ാം തീയതി പാർട്ടിയുടെ വിശാല സംസ്ഥാന നേതൃസമ്മേളനം, വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീമാൻ JP നഡ്ഡ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് വിപുലമായിട്ടുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്.